ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് എടുത്ത് നിർത്തിയത്? നമ്മൾ സിംഗിൾ ഫൂട്ടിങ് പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ പറഞ്ഞു അല്ലേ? ഈ രണ്ടും ക്ലിയർ ആണല്ലോ. കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നപ്പോൾ കുറച്ച് പേര് ഈ രണ്ട് ഡ്രോയിങ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കതിൽ ക്ലിയർ ആണല്ലോ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ ആണല്ലോ? വരച്ചിട്ടുള്ളവർ പറയൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയൂ. വോയിസ് കേൾക്കുന്നില്ലേ വീണ്ടും? ഓക്കെ. അടുത്താണെന്ത്? അടുത്താണെന്ത്? സ്ലോപ്പ്ഡ് ഫൂട്ടിങ്. എന്താ? സ്ലോപ്പ്ഡ് ഫൂട്ടിങ്. ഇതും കുറച്ച് പേര് വരച്ചു, വന്നിട്ടുള്ളവരൊക്കെ ഇതും വരച്ചതാണ്. എന്താണ് സ്ലോപ്പ്ഡ് ഫൂട്ടിങ്? ഇതാണ് അതിൻ്റെ സെക്ഷണൽ എലവേഷൻ. നോക്കിയേ, ഇവിടെ സ്ലോപ്പായിരിക്കും. എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്, ഫൂട്ടിംഗ് ആണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, കണ്ടിട്ടുള്ളതാണല്ലോ. കൂടുതലും ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, സ്ലോപ്പഡാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പിഡിനെക്കാട്ടും സ്ലോപ്പഡാണ് യൂസ് ചെയ്യുന്നത്. അറിയാമെന്ന് വിചാരിക്കണു. എന്താണ് വരുന്നത്? ഫൂട്ടിങ്ങിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഡാറ്റ എന്തിട്ടേക്ക് തന്നിട്ടുള്ളത്? ഡാറ്റാസ്. നമുക്ക് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡാറ്റാസ് വേണം, വേണ്ടേ? ഏതൊക്കെ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുള്ളത്? നോക്കുക, നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? സൈസ് ഓഫ് കോൺക്രീറ്റ്. സൈസ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ സൈസാണ്. കോൺക്രീറ്റിൻ്റെ സൈസ് എത്രയാണ്? 1080 by 1080 mm. 1800 by 1800 mm. നോട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഡെപ്ത് തന്നിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ ഡെപ്ത് എത്രയാണ്? നമ്മൾ നോർമലി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏതാണ് കൊടുത്തത്? ഡെപ്ത് എത്രയാണ് കൊടുത്തത്? പറഞ്ഞേ. പറയൂ. കഴിഞ്ഞ ഫൗണ്ടേഷൻ്റെ, അതായത് സിംഗിൾ ഫൂട്ടിങ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിലൊക്കെ ഡെപ്ത് എത്രയാണ് കൊടുത്തത്? 20 സെൻറ്റിമീറ്റർ, അതായത് 200 mm. എത്രയാ? 200 mm. ക്ലിയർ ആണല്ലോ? അടുത്ത എന്താണ്? മുകളിലത്തെ കോൺക്രീറ്റിൻ്റെ വേണം. എന്താണ്? സൈസ് ഓഫ് കോൺക്രീറ്റ് എത്രയാണ് വരുന്നത്? 1400 by 1400 mm. ഈ ഫിഗർ നോക്കുക. ഫിഗറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ? 1400, താഴെയുള്ളത് 1800, മുകളിലത്തെ കോൺക്രീറ്റിൻ്റെ 1400 വരുന്നത്. അതിൻ്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? അതിൻ്റെ ടോപ്പിലെ ഹൈറ്റ് എത്രയാണ്? ടോപ്പിലെ ലെങ്ത് എത്രയാണ്? 500 mm ആണ് കേട്ടോ. അതായത് ഫൂട്ടിങ് റെസ്റ്റ് ചെയ്യുന്നത് 500 mm ബേസിലാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇതിൻ്റെ ലെങ്ത്താണ് പറഞ്ഞത് 500 mm. അതായത് നമ്മുടെ വാള് അല്ലെങ്കിൽ കോളം റെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 500 mm ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത എന്താ തന്നിട്ടുള്ള? കോളം സൈസ്. കോളത്തിൻ്റെ സൈസ് എത്രയാണ്? 200 കൊടുക്കാം. അതുപോലെ എത്ര കൊടുക്കാം? 300 കൊടുക്കും. 300 by 300 mm ആണ് എന്ത് വരുന്നത്? കോളത്തിൻ്റെ സൈസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇത്ര ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക.
ഈ ഡാറ്റാസ് വെച്ച് നമുക്ക് എങ്ങനെ ഡ്രോയിങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ്ഡ് ഫൗണ്ടേഷൻ എങ്ങനെ വരയ്ക്കാം? ഡാറ്റാസ് എഴുതിയെടുത്തോ? ഡാറ്റാസ് എഴുതി കഴിഞ്ഞോ? എഴുതട്ടെ. ഡാറ്റാസ് വേഗം എഴുതിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് വരയ്ക്കാം. ബാക്കാണോ പോകണ്ടേ? കഴിഞ്ഞോ? ഡാറ്റാസ് എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഡാറ്റാസ് എഴുതി കഴിഞ്ഞില്ലേ? ആ, എന്താണ് അടുത്ത് വരച്ചു തുടങ്ങാം അല്ലേ? ആദ്യം നമ്മൾ എന്താണ് പ്ലാൻ വരയ്ക്കണം. ഡാറ്റ അനുസരിച്ച് പ്ലാൻ എങ്ങനെ വരയ്ക്കാം? നമ്മുടെ താഴെയുള്ള കോൺക്രീറ്റിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. എത്രയാണ് സൈസ് തന്നിട്ടുള്ളത്? 1800. എത്ര തന്നിട്ടുള്ളത്? 1800 mm ആണ് തന്നിട്ടുള്ളത് അല്ലേ? അതിന് നമുക്ക് 1800 mm വരയ്ക്കാൻ പറ്റുമോ? അതായത് 180 സെൻറ്റിമീറ്റർ. ആ 180 സെൻറ്റിമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? നമുക്ക് ആ 180 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ഡ്രോയിങ്ങിലൊക്കെ എന്താ ചെയ്താൽ നമ്മൾ? കഴിഞ്ഞ ഡ്രോയിങ്ങിലൊക്കെ എന്താ ചെയ്തേ? പറയൂ. ഇത് മറന്നുപോയോ? ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നിട്ട് ആ പറയൂ. ആ, നമ്മൾ 10 കൊണ്ടാണ് സ്കെയിൽ 1:10 സ്കെയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ എത്ര വരും? 180 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 18 സെൻറ്റിമീറ്റർ വരും. 18 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റുമൊക്കെ ചെയ്യും. പക്ഷെ എന്താണ്, ഭയങ്കര വലിയ ഡ്രോയിങ് ആവും. അതായത് നമുക്ക് ആ ഷീറ്റിൽ ബാക്കി കുറച്ച് ഡ്രോയിങ്സേ വരയ്ക്കാൻ പറ്റുള്ളൂ. വലിയ ഡ്രോയിങ്സ് ആവും അല്ലേ? 18 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്? കുറച്ച് വലുതാണ്. പ്ലാൻ തന്നെ അത്രയ്ക്ക് വലിപ്പം വരും. 18x18 ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ ഭയങ്കര വലിപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയില് 10 എന്നുള്ളത് മാറ്റി പിടിക്കണം. അപ്പോൾ എത്ര പിടിക്കും? എത്ര എടുക്കേണ്ടി വരും? നമുക്ക് എന്ത് ചെയ്യാം? 8 എടുക്കുമ്പോൾ എന്താ വരിക? ഒന്ന് പറഞ്ഞേ. 8 എടുത്തു. അപ്പോൾ എത്ര വരും? 180/8 എന്ന് പറയുമ്പോൾ എത്ര വരിക? പറയ്. ആ, അതാവുമ്പോൾ വാല്യൂ ഒന്നുകൂടി കൂടെ ഉള്ളൂ. നമ്മൾ താഴെയുള്ള വാല്യൂ കൂട്ടുമ്പോഴാണ്, വലിയ വലിയ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡ്രോയിങ് ചെറുതാവുക. മനസ്സിലായോ? അപ്പോൾ 10ന് പകരം എന്ത് കൊടുക്കണം? നമുക്ക് 20 സ്കെയിൽ ചെയ്യാം. എന്ത് ചെയ്യാം? എത്ര കൊണ്ട്? 2 കൊണ്ടോ?
2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 90. എത്ര കൊണ്ട് ചെയ്യണം നമ്മൾ? 20. 18നെ 2 കൊണ്ട് ഡിവൈഡ്, അതായത് 1:20 സ്കെയിൽ ചെയ്യാം. എത്ര ചെയ്യാം? സ്കെയിൽ ചെയ്യുന്ന വാല്യൂ നോട്ട് ചെയ്ത് വയ്ക്കുക. 1:200. എത്രയല്ല ചെയ്യുന്ന? 1:200 അല്ല, 20. 1:20. ക്ലിയർ ആയോ? അപ്പോൾ എത്ര വരും? 180 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ 0 വെട്ടിക്കളഞ്ഞു. 2 ചെയ്യുമ്പോൾ 9 സെൻറ്റിമീറ്റർ വരും. 9 സെൻറ്റിമീറ്ററിൽ നമുക്ക് വരച്ചൂടെ? വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്രോയിങ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്ലാൻ വരയ്ക്കാനായിട്ട് ഇതാണ് വരുന്നത്. ഇതാണ് സ്ലോപ്പ്ഡ് ഫൗണ്ടേഷൻ വരുന്നത്. സ്ക്രീൻ ക്ലിയർ ആണോ? സ്ലോപ്പ്ഡ് ഫൗണ്ടേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ലെയർ വരയ്ക്കണം അല്ലേ? എത്ര സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്? പ്ലാനാണ് വരയ്ക്കുന്നത്. 9 സെൻറ്റിമീറ്റർ. ഇവിടെയും 9 സെൻറ്റിമീറ്ററിൽ എന്ത് വരയ്ക്കാണ്? സ്ക്വയർ വരയ്ക്കാണ്. അതാണ് നമ്മുടെ ബേസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത എന്താണ് വരുന്നത്? ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വരുന്നുണ്ട്. എത്രയാണ് വരുന്നത്? 1400. എത്രയാണ് വരുന്നത്? 1400. 1400നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 1400 എന്ന് പറയുമ്പോൾ 1400 mm എന്ന് പറഞ്ഞാൽ 140 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തത് 1:20 ആണ്. അപ്പോൾ 140നെയും നമ്മൾ എന്ത് ചെയ്യണം? 20 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 7 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ടോട്ടൽ 9 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മാം ഇത് 1:200 അല്ലേ? 1800 mm എന്ന് പറഞ്ഞാൽ 1400 mm എന്ന് പറയുമ്പോൾ 1:200 അല്ലേ? MM-ലാണെങ്കിൽ 200 ഓക്കെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സെൻറ്റിമീറ്ററിലല്ല വരയ്ക്കുന്നത്. പ്രോബ്ലം നമുക്ക് മില്ലിമീറ്ററിലാണല്ലോ തന്നിരിക്കണേ. പ്രോബ്ലം നമുക്ക് മില്ലിമീറ്റർ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ മില്ലിമീറ്റർ എടുത്തിട്ടാണോ വരയ്ക്കുന്നത്? സെൻറ്റിമീറ്റർ എടുത്തിട്ടല്ലേ വരയ്ക്കുന്നത്? ഞാനിവിടെ പറയുന്നത് നോക്കൂ. 9 സെൻറ്റിമീറ്റർ. നമ്മൾ എന്തിലാണ് വരയ്ക്കുന്നത്? സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. നമ്മൾ MM ആണെങ്കിൽ എന്ത് വരും? 90 mm വരയ്ക്കണം. അതായത് 90 mm എന്ന് നമ്മൾ എഴുതണം. വേണ്ടേ? നമ്മളിപ്പോൾ ഇവിടെ 9 സെൻറ്റിമീറ്റർ എന്നല്ലേ എഴുതുന്നുള്ളൂ. മനസ്സിലായോ? സതീശൻ പറഞ്ഞത് കറക്റ്റാണ്. 200 വരും. അത് MM ചെയ്യുമ്പോഴാണ്. നമ്മൾ വരയ്ക്കുന്നത് ഏതിലാ? സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഡ്രോയിങ്ങിന്റെ താഴെ നമ്മൾ അത് രേഖപ്പെടുത്തും. അത് രേഖപ്പെടുത്തും. താഴെ നമ്മൾ അത് രേഖപ്പെടുത്തും. 1:200. ഓക്കേ. മനസ്സിലായോ? അതായത് നമ്മൾ വരയ്ക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. MM വാല്യൂസ് എടുത്തിട്ടല്ല നമ്മൾ വരയ്ക്കുക സ്കെയിലിൽ. സെൻറ്റിമീറ്റർ വാല്യൂസ് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ എപ്പോഴും നല്ലത് MM-നെ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. MM-നെ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ആ സെൻറ്റിമീറ്ററിനെ സ്കെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കേണ്ട കോൺക്രീറ്റിൻ്റെ സൈസ് പറയുന്നത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ മൊത്തം 9 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എങ്ങനെ ഉള്ളിൽ വരയ്ക്കും? ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ വിടുന്നു, ഇവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ വിടുന്നു അല്ലേ? അതുപോലെ ഇവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ വിടുന്നു, ഇവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ വിടുന്നു. അതിൻ്റെ ഉള്ളിൽ എന്ത് വരും? 7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ വരും. ക്ലിയർ ആയോ? അതായത് മൊത്തം 9 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇപ്പുറത്തുനിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വിടുകയാണെങ്കിൽ എന്ത് കിട്ടും?
7 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും അല്ലേ? എല്ലാ സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വെച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുള്ള സ്ക്വയർ അതിൻ്റെ ഉള്ളിൽ കിട്ടും. അടുത്ത എന്താണ് ഇതിൻ്റെ ടോപ്പിലെ ബേസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുള്ളേ? 500 mm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാ? 500 mm. ക്ലിയർ ആയോ? ആ 500 mm സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? ആ 50 സെൻറ്റിമീറ്റർ നമ്മൾ എന്താണ് സ്കെയിൽ ചെയ്യാണ് 20-ൽ. അപ്പോൾ എത്ര വരും പറഞ്ഞേ? 50 ഡിവൈഡഡ് ബൈ 20 എത്ര? 2.5 സെൻറ്റിമീറ്ററിൽ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് എത്ര വിടേണ്ടി വരും പറഞ്ഞേ? പറയും. ഇതിൻ്റെ ഉള്ളിൽ 2.5ൻ്റെ എന്ത് വേണം? 2.5ൻ്റെ സ്ക്വയർ വരണമെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ വെച്ച് വിടേണ്ടി വരും? നേരത്തെ നമ്മൾ പറഞ്ഞു ഓരോ സെൻറ്റിമീറ്റർ വെച്ച് വിട്ട് കഴിഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ കിട്ടും. അതായത് 7 സെൻറ്റിമീറ്റർ മൈനസ് 7 മൈനസ് 2.5 ചെയ്യുമ്പോൾ എത്ര വരും? എത്ര വരും? 4.5 അല്ലേ? 4. ഈ 4.5 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്ര കിട്ടുക? 2.25 വെച്ച് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് വിട്ടാലാണ് നമുക്ക് 2.5 എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ആയില്ല? അതായത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഇത് 7 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഈ ബ്ലോക്ക് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത് 7 സെൻറ്റിമീറ്റർ. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ എത്ര ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ ഈ ഭാഗം എത്ര വിടേണ്ടി വരും? അതായത് ഈ സൈഡ് എത്ര വിടേണ്ടി വരും, ഈ സൈഡ് എത്ര വിടേണ്ടി വരും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 സെൻറ്റിമീറ്ററിൽ നിന്ന് 7 സെൻറ്റിമീറ്ററിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? 2.5 ആണ് നമ്മുടെ കോളം വരുന്നത്. അതിൻ്റെ സൈസ് കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4.5. അത് ടോട്ടൽ ലെങ്ത്താണ്. അതായത് ഈ സൈഡും കൂടിയിട്ടാണ് 4.5 നമ്മൾ വിടേണ്ടി വരുന്നത്, ബാക്കി ബാലൻസ് വരുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ 2.25 കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ സൈഡിൽ നിന്നും 2.25 വെച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ എന്ത് കിട്ടും? 2.5ൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? വേറെ ഡൗട്ടില്ലല്ലോ ആ കാര്യത്തിൽ? അടുത്ത എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോളം വരുന്നുണ്ട്. കോളത്തിൻ്റെ സൈസ് എത്രയാ? കോളം സൈസ് 300/300. അതിന് നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാം? 300 mm എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 20യിലാണ് സ്കെയിൽ ചെയ്യണം. ഓ നല്ല നോയ്സ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കും. ഡിവൈഡഡ് ബൈ 20 എത്ര വരും? 0 വെട്ടിക്കളഞ്ഞു. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 ഉണ്ടോ? 1.5. 3നെ പകുതി ആയി കഴിഞ്ഞാൽ 1.5. അപ്പം നമുക്ക് എന്ത് ചെയ്യണം?
1.5 വേണം എന്ത് വരയ്ക്കാൻ, ഉള്ളിൽ കോളം വരാനായിട്ട്. 1.5 എങ്ങനെ കോളം വരയ്ക്കാം? അതായത് 2.5 ആണ് നമുക്ക് സൈസ് ഉള്ളത്, അതായത് ഉള്ളിലത്തെ കോളത്തിൻ്റെ സൈസ്. അതായത് ഈ ബ്ലാക്ക് കോളത്തിൻ്റെ സൈസ് എത്രയാണ്? 2.5 ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയാണ് വരയ്ക്കേണ്ടത്? -1.5 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. 1 കിട്ടും അല്ലേ? 1 അല്ലേ കിട്ടുക? അല്ലേ? ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. രണ്ട് സൈഡിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 0.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 0.5ഉം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 0.5ഉം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ 1.5ൻ്റെ കോളം കിട്ടും. ക്ലിയർ ആയോ? സ്ലോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് ഇനി എന്തായാലും പ്രാക്ടിക്കൽ ഡ്രോയിങ്സിൽ എന്താ ഒരാൾ ചോദിക്കൂ. സ്ലോപ്പ് ചെയ്യുന്നതേ ക്ലിയർ ആയില്ല. സ്ലോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഡ്രോയിങ് നോക്കിയേ, ഇതിലെ പ്ലാൻ നോക്കിയേ, കണ്ടോ? പ്ലാനും ഇതും കൂടി നോക്കുക, കണ്ടോ? സ്ലോപ്പ് അതായത് മുകളിലത്തെ ഫൗണ്ടേഷനും നമ്മൾ പറഞ്ഞ ആ കോളം റെസ്റ്റ് ചെയ്യുന്ന പോർഷനും തമ്മിലാണ് എന്ത് വന്നിട്ടുള്ളത്? സ്ലോപ്പ് വന്നിട്ടുള്ളത്. കണ്ടോ? അത് ജസ്റ്റ് ആ കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പാണ്. നമുക്ക് പ്ലാനിൽ കാണുമ്പോൾ തന്നെ അതെന്താണ്? സ്ലോപ്പായിട്ടാണ് കാണുക അല്ലേ? പ്ലാനിൽ ഏറ്റവും സെൻറ്റർ, അതായത് ഏറ്റവും സെൻറ്ററിലുള്ള കോളത്തിലേക്ക് നന്നായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും താഴത്തേക്ക് സ്ലോപ്പാണെന്ന്. മനസ്സിലാവുന്നില്ലേ? കണ്ടോ? അതായത് ആ കോളത്തിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയിരുന്നാൽ മനസ്സിലാവും അതെന്താണ്? സ്ലോപ്പാണ്. പ്ലാനിൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ആ സ്ലോപ്പ് കാണുള്ളൂ. എന്താ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ ദേ നോക്കിയേ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. കണ്ടോ? സ്റ്റെപ്പ്ഡ് ഫുട്ടിംഗ് കണ്ടോ? സ്റ്റെപ്പ്ഡ് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്ലോപ്പ്ഡ്. ഇങ്ങനെയാണ് സ്ലോപ്പ് വരിക. എന്താ? സ്ലോപ്പ്ഡിൽ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ പ്ലാൻ ഇങ്ങനെയാണ് കാണുക. ജസ്റ്റ് 4 ലൈൻസ് ഇങ്ങനെ പോകണ പോലെ കാണിക്കും. എന്താണ്? നമ്മളതിങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് സ്ലോപ്പാണെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വെറുതെ കുറച്ച് സ്ക്വയർ വരച്ചിട്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ വരച്ചിട്ടിരിക്കുന്നേ തോന്നുള്ളൂ. ക്ലിയർ ആണല്ലോ ആ സ്ലോപ്പ് അല്ലേ? അപ്പോൾ പ്ലാൻ ക്ലിയർ ആണല്ലോ. അടുത്ത നമ്മൾ സെക്ഷൻ വരയ്ക്കാൻ പോവാം. സെക്ഷൻ എങ്ങനെ വരയ്ക്കാം? ആദ്യം താഴെയുള്ള ഫൗണ്ടേഷൻ വരയ്ക്കണം. എത്രയാണ് നമ്മൾ വരച്ചത്? താഴെയുള്ള കോൺക്രീറ്റ് എത്ര സെൻറ്റിമീറ്ററിലാണ് വരച്ചേ? 9 സെൻറ്റിമീറ്റർ അല്ലേ? 9 സെൻറ്റിമീറ്ററിലല്ലേ വരച്ചത്? കോൺക്രീറ്റിൻ്റെ ഡെപ്ത് എത്രയാണ് വരുന്നത്? 200 mm. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം നമ്മൾ 20ലാണ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 20/20 1 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് വരിക? ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഈ ഡ്രോയിങ് ഓഫ്ലൈൻ ക്ലാസ്സിന് ഡ്രോയിങ്ങിന് വരുമ്പോൾ അറിയില്ല എന്ന് പറയരുത്.
മനസ്സിലായി? 20/20 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ നമ്മൾ ഡെപ്ത് എത്ര കൊടുക്കണം? 1 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? എന്താ ഗ്യാപ്പ് അല്ല, അതിന്റെ ഡെപ്ത് ആണ് നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് ആണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡെപ്ത് എത്രയാണ്? 200 mm. കണ്ടോ? അപ്പൊ ആ ഡെപ്ത് ആണ് നമ്മൾ അവിടെ കൊടുത്തത്. അടുത്ത എന്താണ്? ഇതിന്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റിന്റെ എത്രയില വരച്ചേ? അതായത് 1400 വരുന്നത് നമ്മൾ എത്രയില വരച്ചേ? എത്ര സെന്റിമീറ്ററില വരച്ചേ? 7 സെന്റിമീറ്റർ. ഇപ്പോ അതായത് ഇവിടെ നിന്ന് 1 സെന്റിമീറ്റർ വിട്ടു, അപ്പുറത്തെ സൈഡിൽ നിന്ന് 1 സെന്റിമീറ്റർ വിട്ടു, 7 സെന്റിമീറ്ററിൽ വരച്ചു. മുകളിലേക്ക് എത്രയാണ് ഡെപ്ത് എത്രയാണ് കൊടുക്കണ്ടേ? അതും 200 mm തന്നെയാണ്. അതായത് എത്ര സെന്റിമീറ്ററാ? 1 സെന്റിമീറ്റർ. ആ വരുന്ന ഗ്യാപ്പും 1 സെന്റിമീറ്റർ ആണ്, ഡെപ്തും 1 സെന്റിമീറ്റർ ആണ് വരിക. ക്ലിയർ ആയോ? ഇത് 7 സെന്റിമീറ്ററിൻ്റെ ആണ്. വെറുതെ നോക്കിയിരിക്കാതെ, ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ വരച്ച് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അടുത്ത എന്താണ്? ഇതിൻ്റെ മുകളിൽ തന്നെ സൈസ് എത്രയാണ് പറഞ്ഞേ? 500 mm അല്ലേ? 500 mm നമ്മൾ ആക്കുമ്പോൾ 50 സെന്റിമീറ്റർ വരും. എത്രയിൽ സ്കെയിൽ ചെയ്യണം? 1:20 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ എത്ര വരും? 2.5. 2.5 എന്ത് വരയ്ക്കും? സെൻറ്ററിൽ 2.5 ഹൈറ്റ് എത്രയാണ്? അതും എത്രയാണ് വരിക? 1 സെന്റിമീറ്റർ തന്നെയാണ്. ഡെപ്ത് അല്ലാതും 1 സെന്റിമീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇതിലാണ് എന്ത് വരിക? സ്ലോപ്പ് വരിക അല്ലേ? ഇത് രണ്ടും തമ്മിലാണ് എന്ത് വരിക? സ്ലോപ്പ് ഇങ്ങനെ വരിക അല്ലേ? അതായത് സ്ലോപ്പ് വരുന്ന സമയത്ത് ഇത് കാണില്ല. ആ ലൈൻ കാണില്ല. അതായത് എങ്ങനെ കാണുള്ളൂ? ഇങ്ങനെ കാണുള്ളൂ. മനസ്സിലായോ? പ്ലാൻ വരച്ചു കഴിഞ്ഞാലേ, പ്ലാൻ വരച്ചിട്ട് നമ്മൾ ഈ എലിവേഷൻ ചെയ്യുമ്പോൾ 20 സെന്റിമീറ്റർ സ്പേസ് ഇടണ്ടേ? 20 സെന്റിമീറ്റർ ഷീറ്റിൽ ചെയ്യുമ്പോഴേ, ഷീറ്റിൽ ചെയ്യുമ്പോഴേ രണ്ടും തമ്മിലേ ഏത് സ്കെയിലാണ് ചെയ്യുന്ന ആ സ്കെയിലിൽ തന്നെ എല്ലാ വാല്യൂസും ചെയ്യാം. അല്ല, സ്കെയിലിന്റെ കാര്യം നമ്മളൊരു പ്ലാൻ വരച്ചു, ആ പ്ലാനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് വരക്കാൻ പറ്റില്ല. ഇല്ല, അതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അത് നമുക്ക് ഡ്രോയിങ് വരുമ്പോൾ ഇല്ല, അങ്ങനെ സ്റ്റാൻഡേർഡ് അളവില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് അതിൽ എഴുതാൻ പറ്റണം, ഡയമെൻഷൻ ചെയ്യാൻ പറ്റണം, അതുപോലെ സെക്ഷണൽ എലവേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. പിന്നെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. പ്ലാനിൻ്റെ തൊട്ട് നീങ്ങിയിട്ട് വരയ്ക്കാൻ പാടില്ല, തൊട്ട് മുകളിൽ. അതായത് ലൈൻ മാറാൻ പാടില്ല. ഇതായത് പ്ലാൻ ഇങ്ങനെയാണ് വരുന്നത്, പ്ലാൻ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കുക. ആ കറക്റ്റ് ലൈനിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. കണ്ടോ? ഇങ്ങനെ തന്നെ വരണം, അല്ലാതെ അതിങ്ങനെ മാറിയിട്ട് വരാൻ മതി. അതായത് മുകളിൽ വരണമെന്നല്ലേ പറഞ്ഞോളൂ, ഇങ്ങോട്ട് നീക്കി നമുക്ക് അങ്ങനെ വരച്ചുകൂടെ? അങ്ങനെ വരയ്ക്കാൻ പാടില്ല. കറക്റ്റ് എങ്ങനെ വരണം? എത്ര ഹൈറ്റ് നമുക്ക് വേണേലും കൊടുക്കാം ഇങ്ങനെ, പക്ഷേ എന്തായിരിക്കണം? കറക്റ്റ് ഇതുപോലെ തന്നെ വരണം. കണ്ടോ? ഇതേ ലൈനിൽ തന്നെ വരും. അതായത് മിനി ഡ്രാഫ്റ്ററൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വരച്ചു തുടങ്ങിയവർക്ക് മനസ്സിലാവും. ഓട്ടോകാഡിലാണെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് എടുക്കാം. ഓഫ്സെറ്റ് കൊടുത്താൽ മതി. ജസ്റ്റ് എത്ര സെൻറ്റിമീറ്റർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഓഫ്സെറ്റ് ടൂൾ എടുക്കുക, ഓഫ്സെറ്റ് കൊടുക്കുക. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 20 സെൻറ്റിമീറ്റർ നമുക്ക് ഓഫ്സെറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും ലൈനുകൾ. ഓക്കെ, കറക്റ്റ് ആ ഒരു ലൈനിൽ വരണം എന്ന് തന്നെയുള്ളൂ കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്?
നമ്മുടെ കോളം വരുന്നത്. നമ്മുടെ കോളം വരുന്നത്. കോളം എങ്ങനെ വരയ്ക്കാം? കോളം എത്രേൻ്റെ വരുന്നേ പറഞ്ഞേ? കോളത്തിൻ്റെ പറയൂ ഡൈമെൻഷൻ. 300 അതായത് 300 mm ആണ് വരുന്നത്. നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ 30 സെൻറ്റിമീറ്റർ. സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? 1.5. നമ്മൾ പ്ലാനിൽ എന്താണോ ചെയ്തത് അതേ സെയിം തന്നെ. 1.5. ഇവിടെ 1.5 എന്ത് വരും? ഇങ്ങനെ ഒരു കോളം മുകളിലേക്ക് വരും. ഇവിടെ എക്സ്റ്റൻഷൻ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് എക്സ്റ്റൻഷൻ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? അതായത് ഇത് പ്ലാനും സെക്ഷനൊക്കെ വരച്ച് തുടങ്ങിയവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സിന് മുടങ്ങാതെ വായോ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഇന്ന് ഒരു ഫാമിലി ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 7 മണിക്ക് വെച്ചത്. ക്ലാസ് എടുക്കാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എനിക്കറിയാം. എന്നാലും ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, പോർഷൻ നീങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 7 മണിക്കായാലും ക്ലാസ് വെച്ചത്. ഓക്കെ, ഒന്നും വിചാരിക്കരുത്, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ക്ലാസ് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ? സ്ലോപ്പിഡ് കുറച്ച് പേര് വരച്ചു, 1-2 പേര് വരച്ചു എന്ന് തോന്നുന്നു അല്ലേ സ്ലോപ്പിഡ്? അഭിലാഷും നൗഷാദൊക്കെ വരച്ചിട്ടുണ്ട് ഇല്ലേ? നൗഷാദിൻ്റെ കംപ്ലീറ്റ് അല്ലേ സ്ലോപ്പിഡ് ഫുട്ടിംഗ് ഒക്കെ? അബ്ദുള്ളക്കുട്ടിയുടെ സ്റ്റെപ്പിഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ സുഖമായിട്ട് വരച്ചു പോവാം. ഓക്കെ, സ്ലോപ്പിഡ് മാത്രമേ ഇതുപോലെ ഡിഫിക്കൽട്ടി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ഇതേ ഇപ്പോൾ കമ്പൈൻഡ് ഫുട്ടിംഗ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. സ്ലോപ്പിഡ് മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ആ സ്ലോപ്പ് വരുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പിഡിന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റെക്കോർഡ് ക്ലാസ് കേൾക്കുക, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാ. എന്നിട്ട് ക്ലിയർ ആവണില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡൗട്ടുകൾ ഉള്ളത് ചോദിക്കുക, ഡൗട്ടുകൾ വരുമ്പോൾ തന്നെ ചോദിക്കുക. ഓക്കെ, ഡൗട്ടുകൾ ഇങ്ങനെ പിന്നെ ചോദിക്കാം. എന്താ നോട്ടിൽ എഴുതി വെച്ചോ. പക്ഷെ ഷീറ്റിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷീറ്റിൽ ജസ്റ്റ് സ്കെയിൽ 1:20 എന്ന് എഴുതി വെച്ചാൽ മതി. അത്ര മതി. ഷീറ്റിൽ ഇങ്ങനെ ചെയ്തതൊന്നും എഴുതണം. ഇങ്ങനെ ചെയ്താൽ എഴുതാനാണെങ്കിൽ എത്ര എഴുതേണ്ടി വരും? ഷീറ്റിൽ അങ്ങനെ ഒന്നും എഴുതണം. ഷീറ്റിൽ ആകെ നിങ്ങൾ എന്താ വരച്ചതെന്നുള്ളതിൻ്റെ പേര്, സ്കെയിൽ 1:20 ആണെങ്കിൽ എഴുതാം. പിന്നെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm അങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ മാത്രം കൊടുത്താൽ മതി. പിന്നെ പാർട്സ് അടയാളപ്പെടുത്താനുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് കോളം ആണ്, അങ്ങനെ അടയാളപ്പെടുത്താനുണ്ടെങ്കിൽ മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ വേറെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഷീറ്റിൽ നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ ഒന്നും എഴുതില്ല. നമ്മൾ 1 വേർഡ് വരുന്നത് പോലും വേറെ സെപ്പറേറ്റ് ഷീറ്റിൽ എഴുതാം. ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ അങ്ങനെ എഴുതില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സ്ലോപ്ഡ് ഫുട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ, ലേറ്റായി നമ്മൾ തുടങ്ങാൻ. താങ്ക് യു.